അപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞല്ലോ, മക്ക ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് നബി ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഷുവർ ഞങ്ങൾ ആരും മാറുമായിരുന്നില്ല, ഈ ജനതയിൽ ഒരു പരിവർത്തനവും ഉണ്ടാകുമായിരുന്നില്ല. ഈ പോയിന്റ് ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയിലെ വനിത പറഞ്ഞതല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽപ്പെട്ട പ്രവാചകന്റെ കുടുംബജീവിതം ലോകത്തിന് പകർന്നു കൊടുത്ത വിജ്ഞാന ലോകത്ത് തുളുമ്പി നിന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഞങ്ങളെ തൗഹീദ് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഏകത്വം പഠിപ്പിച്ചു, പടച്ച തമ്പുരാനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു, അവനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. ആ അല്ലാഹുവിനെ അറിയാത്ത ഒരു ജനം ഈ നാട്ടിലുണ്ടായി. അല്ലാഹുവിനെ പറ്റി അവർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്നല്ല, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല, അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അവർ അറിഞ്ഞില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, 6-ാം അധ്യായം 93 മുതലുള്ള വചനത്തിൽ അല്ലാഹു പറയാണ്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ആ ജനതയെ അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചു. വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം 106-ാമത്തെ വചനമാണ്. ആ ജനതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിച്ചു. എന്നിട്ടോ വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ സ്വർഗാവകാശികളായി തീരും. 6-ാം അധ്യായം സൂറത്ത് അൻആം 82-ാമത്തെ വചനമാണ്. ഇങ്ങനെ തൗഹീദിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഇത് 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു. അപ്പൊ എന്തുണ്ടായി? അല്ലാഹുവിനെ അവർ ശരിക്കും മനസ്സിലാക്കി. അറബ് ജനതയിൽ ഉണ്ടായ വിമോചനം അതാണ്. അപ്പൊ നിങ്ങൾ നോക്കി, അല്ലാഹനെ ശരിക്കറിഞ്ഞവർ, ഹറാമും സത്യവും ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിച്ചു മനസ്സിലാക്കുന്ന ഒരു മനസ്സ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സ് ഇസ്ലാം അതാണ്ടാക്കി. അപ്പൊ നിങ്ങൾക്കറിയാലോ, ലോകത്തെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾ, ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഒരാൾക്ക് നേരെ കൈനീട്ടുന്നു. ആ സമയത്ത് അനുജൻ പറയാൻ, ഇക്കാക്ക ഇല്ല, ഞാൻ നിന്റെ നേരെ കൈനീട്ടില്ല ഇക്കാക്ക, ഞാൻ നിന്റെ നേരെ കൈനീട്ടുകയില്ല ഇക്കാക്ക, കാരണം ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകൈകനാഥനായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു ഇക്കാക്ക. 5-ാം അധ്യായം സൂറത്ത് മാഇദ 28-ാമത്തെ വചനമാണ്. അതാണ് അല്ലാഹനെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, അല്ലാഹനെ ബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്കറിയാലോ, അറബ് ജനത കണ്ണീരൊഴിച്ചൊരു ജനതയാണ്, അവര് ക്രൂരന്മാരായിരുന്നു അവര്. പക്ഷേ അവര് കരഞ്ഞില്ലേ, അവര് ഏങ്ങി കരഞ്ഞില്ലേ, അവര് വിനിപ്പിക്കരഞ്ഞില്ലേ, അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായില്ലേ? വ്യഭിചാരികൾ അതിൽ നിന്ന് മാറി നിന്നില്ലേ? മദ്യപാനികൾ അത് മാറി നിന്നില്ലേ? ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനല്ലാതെ ലോകത്ത് വേറെ ഏത് ദർശനത്തിന് സൃഷ്ടിക്കാൻ സാധിക്കും? അതെല്ലാവരും പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മൾക്ക് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് ഒരു മതിപ്പില്ലാതെ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടായിരുന്നോ? ലോകത്ത് ഞെളിഞ്ഞു നിൽക്കാൻ, തല ഉയർത്തി നിൽക്കാൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ് എന്ന അന്തസ്സായിട്ട് പ്രഖ്യാപിക്കാനാണ് 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം 102-ാമത്തെ വചനത്തിൽ പറയും. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ പ്രാർത്ഥിക്കാൻ ആര്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12-ാം അധ്യായം 101-ാമത്തെ വചനം. അങ്ങനെ മുസ്ലിമാകാൻ, ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ, അന്തസ്സായിട്ട് തുറന്നു പറയാൻ, ഞാൻ എന്ന വിശ്വാസിയാണെന്ന് പറയാൻ, എന്റെ ആദർശത്തിന്റെ മഹോന്നത ഇന്നതാണെന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയിൽ വന്നിട്ട് സമഗ്രമായി അവർക്ക് മനസ്സിലായി ആരാണ് അമ്പിയാക്കൾ, ആരാണ് ഔലിയാക്കൾ, ആരാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ, ആരാണ് ജിന്നുവർഗം, അവരുടെ പ്രത്യേകത എന്താണ്, മരണാനന്തരം
എന്താണ് നരകം, എന്താണ് സ്വർഗം, എന്താണ് ഖുർആനിന്റെ പ്രത്യേകത, ഇജാസുൽ ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടത് എന്താണ്, ഇതെല്ലാം A to Z സ്വഹാബത്ത് പഠിച്ചു. ആ സ്വഹാബികൾ അവരാണ് വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റിയവർ അല്ലേ? ആ വിശുദ്ധ ഖുർആനിനെ ഞങ്ങൾ ഖുർആൻ കൊണ്ട് വിധിക്കുമെന്ന് പറയാം. കിതാബില്ല കാലഫൈലും തജിദ് ഫീ കിതാബില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ബിസുന്നത്തി റസൂലില്ല. കാലഫൈലും തജിദ് ഫീ കിതാബില്ലാഹി വലാ ബിസുന്നത്തി റസൂലില്ല. ഖുർആനിലും സുന്നത്തിലും ഇല്ലെങ്കിലോ, ഖുർആനിലും സുന്നത്തിലും ഇല്ലെങ്കിലോ ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നിൽ വെച്ച് ഇജ്തിഹാദ് നടത്തും എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം അല്ലേ? തരത്തുബീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്, മറ്റൊന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഒരിക്കലും വിശുദ്ധ ഖുർആനിന് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം പ്രവാചകൻ. പക്ഷേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്. അതിനെ നിഷേധിച്ചു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. സൂറത്തുൽ നജ്ം 53-ാം അധ്യായം 3-4 വചനങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ അഭീഷ്ടമനുസരിച്ച് റസൂൽ സംസാരിക്കാറില്ല. റസൂലിന്റെ സംസാരങ്ങൾ അത്രയും വഹി അനുസരിച്ച്. ഈ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് കണ്ടാൽ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, ഒരു സത്യവിശ്വാസിയുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നതാണ് അവരുടെ വാക്ക്. അതെ, അതിന് നിഷേധിക്കുന്ന വാക്കുകൾ അവർക്കിടയിലില്ല. അവർ പഠിച്ചു, അവർ മനസ്സിലാക്കി, അവർ വിനയപ്പെട്ടു, അവർ സ്വീകരിക്കാൻ സന്നദ്ധരായി. പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ പ്രവാചകന്റെ വചനങ്ങൾക്ക് അവർ കൃത്യമായ സ്ഥാനം നൽകി. അതിനനുസരിച്ച് പ്രവാചകൻ ധിക്കരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷകളെ കുറിച്ച് അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ അവരാരും അത് നിഷേധിച്ചില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖീറത്തു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കാവട്ടെ, ഒരു സത്യവിശ്വാസിനിക്കാവട്ടെ പാടില്ല തന്നെ. എന്ത് പാടില്ല? അല്ലാഹുവിന്റെ റസൂലും അല്ലയും ഒരു വിധി പറഞ്ഞാൽ, അല്ല ഒരു വിധി പറയുന്നു, റസൂൽ ഒരു വിധി പറയുന്നു, അത് വിധി പറഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ആരെങ്കിലും ഖുർആനെയും സുന്നത്തിനെയും നിഷേധിച്ചാൽ അവർ വ്യക്തമായ വഴികേടില്ല. വല്ലാത്ത വാക്കാണ്. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 32-ാമത്തെ വചനമാണ്. പറയൂ പ്രവാചകരെ, അല്ലാഹുവിനെ അനുസരിക്കാൻ. പറയൂ പ്രവാചകരെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അനുസരിക്കാൻ. ഇനി ഹദീസ് കണ്ടിട്ട്, ആയത്ത് കണ്ടിട്ട് അതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് സ്വന്തം ഇഷ്ടത്തിനൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചു ചതിച്ചു ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സത്യനിഷേധികളെ അല്ല ഇഷ്ടപ്പെടില്ലെന്ന് പറ പ്രവാചക, ആ കാഫിറുകളെ അല്ല ഇഷ്ടപ്പെടില്ലെന്ന് പറ പ്രവാചക എന്ന് പഠിപ്പിക്കപ്പെട്ട കുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ്. 49-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം. പറ പ്രവാചക, അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടന്നിട്ട് ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടന്നിട്ട് ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. 49-ാം അധ്യായം 1-ാമത്തെ വചനം. ഖുർആനിലെ 3-ാം അധ്യായം 31-ാമത്തെ വചനം. നബിയെ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റിക്കൂടി. ആര് റസൂലുള്ളാഹിനെ എത്ര കണ്ട് പിൻപറ്റുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ട് ഇത്തിബാഅ് ചെയ്യുന്നുവോ അത്ര കണ്ട് അല്ലാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡം ഇത്തിബാഉ റസൂല, മദ്ഹു റസൂലല്ല. അല്ല, മദ്ഹു റസൂലല്ല, ഇത്തിബാഉ റസൂല. അത് ശരിക്കും മനസ്സിലായിക്കോളി. മഹാത്മാ ഗാന്ധി നബിയെ കുറിച്ച് ഒരുപാട് മത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗം കിട്ടില്ല. ഇല്ല. ലോകത്ത് ഒരുപാട് ചിന്തകന്മാർ മുഹമ്മദ് നബിയാണ്. മൈക്കിൾ ഹജാർഡ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് മൈക്കിൾ ഹജാർഡ് സ്വർഗത്ത് പോകില്ല. ഇത്തിബാഉ റസൂൽ ഉണ്ടാകും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മഹാപരിവർത്തനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ച ഒരു മഹാവിപ്ലവം. ആ വിപ്ലവമാണ് വിശുദ്ധ ഖുർആൻ വഴി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കിയേ, ആയിഷ ബി പറഞ്ഞ വാക്കിനെ മുഖവിലെടുത്തുകൊണ്ട് നിങ്ങൾ നോക്കിയേ, ഈ ജനത നന്നാകണം, നാട് നന്നാകണം, സമൂഹം നന്നാകണം. അതുകൊണ്ടാണല്ലോ വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ പറയാണ്, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായത് വലിയ ഭാഗ്യമാണ്. കാരണം അവൻ പാലിൽ വെള്ളം ചേർക്കുകയില്ല. അള്ളാഹിനെ പറ്റി ശരിക്കും കണ്ട് പഠിപ്പിച്ചു കൊടുത്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഞാൻ കണ്ടുപിടിക്കാത്തത്, എന്താ നമ്മൾ വ്യഭിചരിക്കാത്തത്? അള്ളാഹിനെ പേടിച്ചിട്ടാ. ശരീരം കേടല്ല, നാട്ടുകാർ കാണുന്നില്ല, പടച്ചോനെ പേടിച്ചിട്ട്. ആ പടച്ചോനെ പേടിക്കുന്നിടത്ത് ഏത് കാര്യത്തിലും ഇത് പറഞ്ഞാൽ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, ഞാനിത് ദുർവ്യാഖ്യാനിച്ചാൽ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, ഞാനിതിനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, എന്നെ പടച്ചതമ്പുരാൻ കാണുന്നുണ്ട്. ഈ ഒരു ബോധം മനുഷ്യന് ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അങ്ങനെ ഒരു ജനതയെ നബി സല്ലല്ലാഹു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കും, മോളെ പാലിൽ വെള്ളം ചേർക്കുന്ന ഉമ്മ പറയ, ആ കുട്ടിയുടെ ബോധം എന്താ? ആ കുട്ടി പഠിപ്പിക്കപ്പെട്ടതെന്താ? ഉമ്മ കത്തുന്നതിന്റെ ബോധമില്ല. മകന് പറയുന്ന, ഉമ്മ ഞാൻ പാലിൽ വെള്ളം ചേർക്കൂല. അതൊരു സാമൂഹ്യ തിന്മയാണ് ഉമ്മ. അപ്പൊ പറയണ്ടേ, ഉമ്മര് കാണും, നാട്ടുകാര് കാണും. അപ്പൊ ഉമ്മ ചോദിക്കുന്ന, മോളെ ഇതൊക്കെ ആരായി ഈ രാത്രിയിൽ? ആരായി ഇതൊക്കെ മോളെ കാണുന്നത്? ആരായി ഇതൊക്കെ അറിയണത്? ആരും അറിയില്ല, ആരും കാണില്ല. ആ സമയത്ത് കുട്ടിയുടെ ചോദ്യം, അല്ല ഉമ്മ, എല്ലാരെയും പടച്ച, ഉമറിനെ പടച്ച, ലോകത്ത് നിയന്ത്രിക്കുന്ന ബ്രഹ്മാണ്ഡത്തിന്റെ അതീശാധികാരിയായ പടച്ചതമ്പുരാൻ അല്ലാഹു അവനറിയില്ലേ ഉമ്മ? ആ ചോദ്യം, അതാണ് ഉമർ റളിയല്ലാഹു അൻഹു വീടിന് മാർക്ക് രേഖപ്പെടുത്തി ഇങ്ങനെ തിരിച്ചു പോകുന്നത്, അല്ലേ? എന്നിട്ട് സ്വന്തം മകനെ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് മകനോട് ചോദിക്കും, മോനെ, സെറ്റക്കുടിയിൽ അല്ലാഹനെ പേടിക്കുന്ന, രഹസ്യമായും പരസ്യമായും ഇസ്ലാം ചെയ്യുന്നത്. ഞാൻ ഇവിടെ മുജാഹിദ് പ്രവർത്തകരോട് പറയും, നമ്മുടെ ദൗത്യം അല്ലാഹനെ പ്രത്യക്ഷമായും പരോക്ഷമായും പേടിക്കുന്ന ഒരു ജനത ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അല്ലാഹനെ പറ്റി പറഞ്ഞു കൊടുക്കുക, തൗഹീദ് അപങ്കുലം തുടരുക. അത് ദഅവത്തിന്റെ പ്രസ്ഥാനമാണിത്. ജനമനസ്സുകളിൽ ചിന്തകളുടെ കോളലക്കങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയ ആദർശാധിഷ്ഠിത പ്രസ്ഥാനത്തിന്റെ ഇന്നലകളുടെ ചരിത്രം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു നാട്ടിൽ വന്നാലും ഉണ്ടാകുന്നത് ഈ മാറ്റം. പിശാചിന്റെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് ഈ ജനത മോചിതരാവുകയും എന്നിട്ട് പടച്ച തമ്പുരാനെ കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കുകയാണ്. അതാണ് പഠിക്കും തോറും അറിയും തോറും അവർ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. അല്ലേ സഹോദരങ്ങളെ? അങ്ങനെ പഠിച്ചും മനസ്സിലാക്കിയും റബ്ബിലേക്കുള്ള ഒരു യാത്ര. അതെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അമ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ? നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി വരില്ലെന്നും നീ മരണത്തോടുകൂടി ഈ ജീവിതം അങ്ങ് അവസാനിക്കുമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യം ഖുർആനിലെ 23-ാം അധ്യായം 115-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ കുറിച്ചവരെ ശരിക്കും ബോധ്യപ്പെടുത്തി, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സൂറത്ത് ബഖറ 281-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് പടച്ചോനിലേക്ക് മടങ്ങി പോകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ ആലോചിച്ച്, ഒറ്റയ്ക്ക് ഖബറിലെ യാത്ര കഴിഞ്ഞ് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ, ആ പിൻ ഡ്രോപ്പ് സൈലൻസിൽ, അതെ ആ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ മനുഷ്യരെല്ലാവരും വരും. അവിടെ രക്ഷപ്പെടാൻ ഓരോരുത്തരും ആലോചിച്ചോളി. ഞാൻ എന്നെ കുറിച്ച്, നിങ്ങൾ നിങ്ങളെ കുറിച്ച്, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ആ പടച്ചവന്റെ മുമ്പിൽ ഞാൻ വരും. വിനയാന്വിതനായി വരേണ്ടി വരും. ഞാൻ പഞ്ചമുച്ചമടക്കി വരേണ്ടി വരും. അന്ന് എന്റെ കണ്ണുകൾ വിപർണമാകും. അന്ന് എന്റെ മുഖം കരിവാളിച്ചു പോകും. അതേ, ഇലാ റബ്ബിഹാ നാദിറ വവജൂഹു യൗമൈദിൻ ബാസിറ തദുന്നു അൻ യുഫഅല ബിഹാ ഫാഖിറ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ്. കണങ്കാലും കൂടിപ്പിണഞ്ഞ് മരണത്തെ സാക്ഷ്യം വഹിക്കുമ്പോ സകല ഫിത്തനകളും അവസാനിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് റബ്ബിലെ നിങ്ങൾ നോക്കും, രണ്ട് രൂപത്തിൽ, ഒന്ന് വിഷമത്തോടെ, മറ്റൊന്ന് സന്തോഷത്തോടെ. സൂറത്ത് ഖിയാമ
സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 22 മുതലുള്ള വിശദീകരണമാണ്. മറക്കണ്ട, ഖുർആൻ ലേണിംഗ് ക്ലാസ് നടത്തി ഖുർആൻ പഠിപ്പിച്ച് ആളുകളെ പുറത്തോട്ട് ഓർക്കണം. ഈ ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ നന്നായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരികളെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാതൃക കാണിച്ചു. നീതിബോധത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. സത്യത്തിന് വേണ്ടി പ്രവാചകത്തിന് വേണ്ടി നിലകൊണ്ടു. ആരുടെ പക്ഷത്തും നബി നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളെ വിളിച്ചിട്ട് പോലും പറഞ്ഞു, മോളെ ഫാത്തിമ, നീ എനിക്ക് കരളിന്റെ കഷ്ടമാണ്, നീ എന്റെ ജീവന്റെ ജീവനാണ്, പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഫാത്തിമ എനിക്ക് കഴിയില്ല മോളെ. എന്റെ മകൾ ഫാത്തിമയാണ് കണ്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ നീതിബോധം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ജീവിച്ചത് മരിക്കുന്നതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം അവർക്ക് താങ്ങാനാവാത്ത വേദനയായി രൂപപ്പെട്ടത് ആ മാതൃകാ യോഗ്യനായ പ്രവാചകന്റെ ജീവിതം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 വചനങ്ങളിൽ, 7-ാം അധ്യായം സൂറത്ത് അറാഫ് 187-158 വചനങ്ങളിൽ, ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയ 107-ാമത്തെ വചനത്തിൽ, ഖുർആനിലെ 34-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലയോ പ്രവാചകരെ, അങ്ങ് ആരാണ്? അങ്ങ് മാതൃകയാണ്. ഒന്നാമത്തെ മാതൃക. അങ്ങ് എല്ലാവരും അനുധാവനം ചെയ്യുന്നവനാണ്, ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടവനാണ്. ഈ മാതൃകയാകാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തൽ ഒരുപാട് വിജ്ഞാന ക്ലാസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. എവിടെയാ അതിന്റെ റിസൾട്ട്? അതിന്റെ റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. കുറേയേറെ പ്രസംഗിക്കുന്നു, ഒരിക്കലും പോലും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഗണ്ഡക്ഷോഭം കൊണ്ട്, ഈ അട്ടഹാസം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് ജീവിതത്തിൽ കേട്ട കാര്യങ്ങൾ അപ്പപ്പ പകർത്താൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ 10 ആയത്ത് ഞങ്ങൾ കേൾക്കും, ആ 10 ആയത്ത് ഞങ്ങൾ മനപ്പാടാക്കും, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തും എന്നിട്ട് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഈ ഒരു സ്വഭാവം സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും ബാക്കിയുള്ളവർക്ക് മാതൃകയാവുകയും അവരെ പഠിപ്പിക്കുകയും അവരെ സുന്നത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയല്ല, പരിഹസിക്കുകയല്ല, അപഹസിക്കുകയല്ല. സുന്നത്തെടുക്കുന്നവരെ ഇന്നിന്റെ ചുറ്റുപാടുകളിൽ അനവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ആക്ഷേപകന്റെ ആക്ഷേപത്തെ മൈൻഡ് വെക്കാതെ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മറിച്ച് അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും സുന്നത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കളയുകയും അതൊന്നും വലിയ ഗൗരവപ്പെട്ട വിഷയമല്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല. അതിന് ഹദീസ് നിഷേധിക്കുന്ന അവസ്ഥ മതി, നമുക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സുന്നത്ത് ശരിക്കും പഠിച്ചിട്ടുള്ള ഒരു വിപ്ലവം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ ഫലാ വറബ്ബിക് ലാ യുമിനൂൻ ഹത്താ യഹ്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഈ ലാം ഫലാ വറബ്ബിക് ലാ യുമിനൂൻ, നിഷേധത്തിന്റെ ലാം 2 തവണ. ഫലാ വറബ്ബിക്, അല്ലാഹുവാണ് സത്യം, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുമിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. നിങ്ങൾ വിശ്വാസികൾ കളിയല്ല, ദീൻ കളിയല്ല. ലാ യുമിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഫലാ വറബ്ബിക്, ലാമിന്റെ നിഷേധത്തിന്റെ ലാം 2 തവണ. ഫലാ വറബ്ബിക് ലാ യുമിനൂൻ, അല്ലാഹുവാണ് സത്യം. ലാ യുമിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധിച്ചു, എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടാതെ വരെ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇപ്പോ മുട്ടിൻ്റെതായ നരയാന്റെ മേലെ തുണി ഉടുക്കുക വല്ലാത്തൊരു വിഷമം. അല്ലാഹുവേ സത്യടോ, ഈ മുഅ്മിനാവില്ല. എന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടായ ആളുകൾക്ക് താടി വെക്കുക, ആളുകൾ പറയും ചൊറിച്ചിലാണ്. താടിക്ക് മനസ്സിന് ചൊറിച്ചിലാണോ? അവർക്ക് ശരീരത്തിൽ രോമല്ലേ അല്ലേ? നെഞ്ചിൽ ചൊറിയാറില്ലേ? രോമത്തിൽ ആരെങ്കിലും ഉണ്ടോ നെഞ്ചിൽ രോമം പഠിക്കല്? കയ്യിലെ രോമം ചൊറിയാറില്ലേ? എന്നിട്ടുണ്ട് ആരെയും പഠിക്കല്? താടിയിൽ പഠിക്കാൻ മാത്രം മനസ്സിന്റെ ചൊറിച്ചിലാണ്, അല്ലാണ്ട് താടിന്റെ ചൊറിച്ചിലല്ല. മനസ്സിലായോ? ഏത് കാര്യത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സംശയമല്ല, മുസ്ലിങ്ങൾക്ക് താടി വേണോ? ഹിന്ദു പുരാണങ്ങൾ പറയുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമല്ല.
ലിംഗഛേദശി കൃഷ്ണദൈവായ വേദവാസ്യം പറയാം. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമതിദിക്കാത ശിക്ഷശകാ സമുന്നിതം ലിംഗഛേദശികാഹീന. ഏതെങ്കിലും ഉമ്മത്തിന്റെ ക്വാളിറ്റി പറയാൻ ആര് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് കൃഷ്ണദ്വൈപായന വേദവ്യാസം പറയാൻ ഒന്നാമത്തെ അവരുടെ ഗുണം അവർ ചേലാകർമ്മം ചെയ്യുന്നവരായിരിക്കും. രണ്ടാമത്തേതോ കേട്ടോളി, അവർ താടി സമൃദ്ധമായി നീട്ടി വളർത്തുന്നവരായിരിക്കും. ഏത് ഹിന്ദു സഹോദര, അവരുടെ വേദത്തിൽ അവർക്ക് സംശയമല്ല, മുസ്ലിമിന്റെ ക്വാളിറ്റി നീണ്ട താടിയായിരിക്കും. മൗലവിമാർക്കും മുസ്ലിംമാർക്കും തർക്കം ഇത് നീളണമെന്നുണ്ടേ. ആലോചിച്ചേ നിങ്ങൾ ആലോചിച്ചു. കൃഷ്ണദ്വൈപായന വേദവ്യാസം പറയാ അത്ഭുതപ്പെട്ടു. ബൈബിള് ലേവ്യ പുസ്തകം 10-24 വചനം എന്തായാലും അറിയോ? താടിന്റെ അറ്റം പോലും കട്ട് ചെയ്യരുത്. ലേവ്യ പുസ്തകത്തിൽ ബൈബിളില് ദാവൂദ് നബി അലൈഹിസ്സലാം രണ്ടാളെ ഒരു രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞേ, ഒരു നാട്ടിലെ ഒരു പ്രാദേശിക ഭരണകൂടത്തില്. അവിടെ ചെന്നപ്പോ ഇവര് ചാരന്മാരാണെന്ന് വിചാരിച്ചിട്ട് ആ രാജാവ് ഇവരെ രണ്ടുപേരുടെ ഡ്രസ്സ് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യും. ഒരു ഭാഗത്തെ താടിയും പഠിച്ചു കളഞ്ഞു. ദൂതന്മാർ മുഖാന്തരം ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഈ വിവരം കിട്ടി. വേദഗ്രന്ഥം പറയാ, പാള കിതാബല്ല, വേദഗ്രന്ഥം. അതിൽ പറയാ ദാവൂദ് നബി അലൈഹിസ്സലാം എന്താ പറയായോ? താടി വടിക്കപ്പെട്ട നിങ്ങൾ ഒരു കാരണവശാൽ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ വടിക്കപ്പെട്ട ഭാഗത്തെ താടി, നിലനിൽക്കുന്ന ഭാഗത്തെ താടി നീണ്ടു നിൽക്കുന്ന അത്രയും ആ ഭാഗം വളർന്നു വരുന്നത് വരെ എന്റെ നാട്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പൂർവ്വവേദങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൽ ഇന്നും നമ്മൾ തർക്കിക്കുന്നു എന്നത് എന്തുമാത്രം ദുഃഖകരമാണ്. ഞാൻ പറയുന്നത് പ്രമാണത്തെ, അത് പക്ഷം ചേരാതെ പ്രമാണത്തെ സ്വീകരിക്കുന്ന മനുഷ്യരോട് നമ്മൾ ദുനിയാവിലെ ആളുകൾ എന്ത് വിചാരിക്കുന്ന ചോദിച്ചാൽ അല്ലെന്ത് വിചാരിക്കണോ? റഹ്മാനായ റബ്ബിന്റെ വായു വെള്ളവും കുടിച്ചിട്ട് ആ പടച്ചോൻ എന്ത് വിചാരിക്കും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മൂപ്പരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കും? എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞ എന്തോ വിചാരിച്ചോ, എന്റെ റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എനിക്ക് നോക്കട്ടുണ്ട്. എന്റെ പടച്ചോനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അള്ളാന്റെ വായു വെള്ളം നമ്മൾ ഇവിടെ ആരും അച്ഛനം വാങ്ങില്ല മക്കളെ. ആരോടെങ്കിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കാനാ നമ്മൾ മുജാഹിദായത്. പടച്ചോനെ വിട്ട് കളിക്കാനല്ല മുജാഹിദായത്. മനസ്സിലായോ? അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ടീമാണ് എന്നുകൊണ്ട് നമ്മൾ മുജാഹിദായത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് രംഗത്തും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു പിടുത്തം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പിടുത്തം, അത് ബിഹബിലില്ലാഹി ജമീഅ വല തഫറഖു. അള്ളാന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ അയ്യങ്ങൾ ഭിന്നിച്ചു വരുത്. ഖുർആനും സുന്നത്തും ശരിക്ക് പഠിച്ചിട്ട് അഭിപ്രായം ഭിന്നതയുള്ളതിനൊക്കെ ഖുർആനിലേക്കും സുന്നത്തിലേക്ക് വിട്ടോടി. അള്ളാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? അതല്ലേ നിങ്ങൾക്ക് നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കൂടി. നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കി, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. 5-ാം ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസാഇ 59-ാമത്തെ വചനം എത്ര വ്യക്തമാണ്. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ, അപ്പോൾ നിങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വിഭാഗമാണ്. അവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചേ. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ബുഖാരിയെ നിഷേധിച്ചിരുന്നോ? പണ്ടൊക്കെ. ഇപ്പോഴും സുന്നി പ്രസ്ഥാനത്തിൽപ്പെട്ടവർ പോലും ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സുന്നികൾ പോലും ഇവിടുത്തെ സമസ്ത പോലും ബുഖാരിയിലുണ്ടോ എന്നാതൊന്ന് പരിഗണിക്കേണ്ടതാണ്, നോക്കേണ്ടതാണ് എന്നല്ലേ അവർ പറയാ. എന്നാൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളോ അത് ബുഖാരിയിലല്ലേ, ബുഖാരിയിലുണ്ടോ എന്ന് സുന്നികൾ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പരിഗണിക്കണമല്ലോ എന്ന് സമസ്തക്കാർ പോലും പറയുന്ന ഈ ലോകത്ത് ബുഖാരിയിലല്ലേ എന്നതാ ധ്വനി. എവിടെ എത്തി? മുസ്ലിമിലല്ലേ എന്ന് 250-ലധികം ഹദീസ ബുഖാരിയിൽ നിന്ന് നിഷേധിച്ചിരിക്കുന്ന നമ്മുടെ ഊരിൽ അറിയോ? 250-ലധികം വരുന്ന ഹദീസ്. മനസ്സിലായോ? ഒരു റിപ്പോർട്ടർ തള്ളുക വഴി ആ റിപ്പോർട്ടറിൽ നിന്നുള്ള 250-ലധികം വരുന്ന ഹദീസ് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ജീവൻ ഗന്ധിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യരോടും, അതാ സ്വഹാബത്തിന്റെ വിപ്ലവം, അതാ സ്വഹാബത്തിന് അല്ല ഇഷ്ടപ്പെട്ടത്, അതാ സ്വഹാബികൾ ലോകത്തെ ഏറ്റവും ഉന്നതരായത്.
ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതിയെന്നല്ല, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും വേണം, അതിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജീവിക്കും എന്നവർ തീരുമാനിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ല, ഗൈറ സബീലിൽ മുഅ്മിനീൻ, സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗ്ഗങ്ങൾ സ്വീകരിക്കരുത്. സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, നരകത്തിലേക്ക് തിരിച്ചേ. ഖുർആനിലെ 4-ാം അധ്യായം 115-ാമത്തെ വാക്ക് ഓർക്കണം. ഇതൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ച മുഴുവനായത്തുകളും ഇന്ന് അധ്യായം ഇത്രാമത്തെ വചനം എന്നീ നിങ്ങളോട് പറഞ്ഞു പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണ കാലഘട്ടം, നീതിയിൽ അധിഷ്ഠിതമായ ഒരു കാലഘട്ടം. അന്നാണല്ലോ ആ പെണ്ണ് പോലും പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ ഒരു പുരുഷനെ എന്റെ ആട്ടുകട്ടിലിൽ കയറ്റി എന്റെ ശരീരത്തിന്റെ ചൂടും ചൂരും ഞാൻ മാറ്റുമായിരുന്നു. പക്ഷേ അല്ലാഹുവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അല്ലേ? അബൂ ദുജാന എന്ന് പറയുന്ന മഹാനായ സഹാബി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. പലതവണ ആവർത്തിച്ചപ്പോ സഹാബികൾ ചോദിക്കാൻ, എങ്ങട്ടാ? സുബഹിക്ക് പ്രാർത്ഥനയില്ലാതെ, ദിക്റില്ലാതെ, ദുആയില്ലാതെ നിസ്കരിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് എങ്ങോട്ടാ പോണത്? അബൂ ദുജാന പറയാണ്, അതെ, എന്റെ വീടിന്റെ അയൽപ്പക്കത്തെ പറമ്പിലെ ഈത്തപ്പന എന്റെ മുറ്റത്തേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിറയെ പഴമുണ്ട്, അതിന്റെ മുറ്റത്താ വീഴുക. എന്റെ മക്കൾ എഴുതിയിട്ട് അതിൽ നിന്നൊരു കാരക്കപ്പഴം തിന്നാൻ കാരണമായാൽ അതൊരിക്കലും അനുവദനീയമല്ല എന്ന് വിശ്വസിച്ച ജനതയെ അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടാകും. അല്ലാഹു വെച്ച അതിർവരമ്പുകൾ അതൊരിക്കലും അവർ ലംഘിച്ചില്ല, അതവർ പാലിച്ചു, അതവർ സ്വീകരിച്ചു. അവരുടെ മുമ്പിൽ ഒരേ ഒരു വിഷയം, സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് മോചിതമാകണം. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗാവകാശിയാവുകയും ചെയ്തുവോ അതാണ് വിജയം. 3-ാം അധ്യായം 185-ാമത്തെ വചനം അതവരെ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിശ്വാസ രംഗത്തെ പരിശുദ്ധീകരിച്ചു. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൽ നേർച്ച നേരുന്ന, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ, ആ നിയമങ്ങളെ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചക തിരുമേനിയുടെ സുന്നത്തുകളെ മുഖവിലക്കെടുക്കുകയും അതിനെ മാനിക്കുകയും അതിനെ ഗൗരവമായി കാണുകയും അതിനെ നിർമ്മിച്ചാൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്ന് അവർ പേടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസ് മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതുഭാഗത്തൂടെയും വലതുഭാഗത്തൂടെയും എന്നെയും നിങ്ങളെയും സ്വാധീനിക്കും. അതിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ആ പിശാചിന്റെ കുതന്ത്രങ്ങളെ ഗൗരവമായി മനസ്സിലാക്കുകയും പിശാചിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്തോറും അതിനെ കുറിച്ച് ജാഗ്രത പുലർത്താൻ കഴിയുമെന്ന് നമ്മുടെ തഫ്സീറുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും അമാനുവലയുടെ തഫ്സീറിലെ 1200-ാമത്തെ പേജിൽ വിശുദ്ധ ഖുർആനിന്റെ അദ്ദേഹത്തിന്റെ 2-ാമത്തെ വോള്യത്തിൽ ഈ കാര്യം ഗൗരവമായി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഖുർആനിനെ കൃത്യമായി പഠിക്കണം. മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ജൂതന്മാർക്ക് സംഭവിച്ച ഒരു ദുരന്തമുണ്ടായിരുന്നു ലോകത്ത്. എന്താണ് തൗറാത്തിലുള്ളത് എന്നവർ മനസ്സിലാക്കിയില്ല. ആ തൗറാത്തിന്റെ ഉള്ളടക്കം എന്താണ് അതവർ മനസ്സിലാക്കിയില്ല. അത് വായിക്കാനോ പഠിക്കാനോ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനോ ഭാര്യമാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നരകത്തിലേക്ക് എത്തിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു, പ്രവാചക തിരുമേനി ഇത് വിശദീകരിച്ചു, സ്വഹാബികൾ അതിനനുസരിച്ച് ജീവിച്ചു. എന്തൊക്കെയാണ് സ്വർഗത്തിൽ എത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു, അവർ പഠിച്ചു, സ്വഹാബത്ത് ഉൾക്കൊണ്ടു, താബീകൾക്ക് അത് പകർന്നു കൊടുത്തു. സ്വഹാബികളുടെ അടുത്ത തലമുറയായ താബീകൾക്കും തബൂഅത്ബാഇകൾക്കും അത് കിട്ടി. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ ഒരു തലമുറ. ആ തലമുറ ജീവിതത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കി. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം അവരുടേതായിരുന്നു, ഏറ്റവും നല്ല സാമ്പത്തിക ജീവിതം അവരുടേതായിരുന്നു, ഏറ്റവും നല്ല രാഷ്ട്രീയ ജീവിതം അവരുടേതായിരുന്നു, ഏറ്റവും നല്ല ഇബാദത്തുകൾ അവരുടേതായിരുന്നു. നാടിനും ലോകത്തിനും സമൂഹത്തിനും
അവർ മാതൃകയായി. അവർക്കെല്ലാവർക്കും താടി ഉണ്ടായിരുന്നു. അവരെല്ലാവരുടെ സുന്ദരിയാണിയുടെ മേലെയായി. അവരെല്ലാവരും വാക്കുകൾ പാലിച്ചു. അവരെല്ലാവരും ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചു. അവരെല്ലാവരും പിശാചിനെ കുറിച്ചുള്ള ജാഗ്രത മക്കളെ പഠിപ്പിച്ചു, തലമുറകളെ പഠിപ്പിച്ചു. അവരത് മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർ ജാഗ്രത പുലർത്തി. ദീനുള്ളതെല്ലാം ഒരു സൂചിപ്പെട്ട് കൂട്ടാതെ അവർ പഠിച്ചു. അതിശയോക്തിയില്ലാതെ അവർ മനസ്സിലാക്കി. ഈ രംഗം പഠിക്കുക വഴിയല്ലാതെ രക്ഷയില്ലെന്ന ബോധം അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ചു. അതിനനുസരിച്ചുള്ള ഒരു തലമുറയെ അവർ വാർത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, നാം എവിടെ നിൽക്കുന്നു ഇന്ന്? നാം ആരോടൊപ്പം നിൽക്കുന്നു? ഏത് സത്യത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ഗൗരവമായി നാം ആലോചിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ നാളെ മനുഷ്യരയിൽ വരുമ്പോ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദലയിൽ 58ാമത്തെ അവസാനത്തെ ആയത്ത് നിങ്ങളൊന്ന് പോയിട്ട് പ്രത്യേകമായി പഠിക്കണം. 22ാമത്തെ ആയത്ത് അതെന്താണെന്നറിയോ? ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരു ജനതയെ നിനക്ക് കണ്ടുമുട്ടാൻ സാധിക്കില്ല. എങ്ങനെയില്ല? അല്ലാഹുമായും റസൂലുമായും യുദ്ധം പ്രഖ്യാപിച്ചവർ, ഖുർആനിനെതിരെയും സുന്നത്തിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചവരെ നിനക്ക് കാണാൻ, അവരുമായി മൈത്രി ബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. ഖുർആനിനെ പരിഹസിക്കുന്ന, സുന്നത്തിനെ പരിഹസിക്കുന്ന, ഹദീസുകളെ വിലമതിക്കാത്ത, അതിനെ തള്ളിക്കളയുന്ന, പുറങ്കാല കൊണ്ട് ചവിട്ടി വലിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, പ്രവാചക സുന്നത്തിനെ കൊഞ്ഞിനും കുത്തുന്ന ആളുകളുമായി മൈത്രി ബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനാ പറയുന്നത്. 58ാം അധ്യായം സൂറത്തുൽ മുജാദല 22ാമത്തെ വചനമാണ്. സ്വന്തം ബാപ്പാന്റെ തലയെറിഞ്ഞ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ നബി മുഖം തിരിച്ച പറഞ്ഞതാ, നബിയേ ആ സഹാബി ചെയ്തത് തെറ്റല്ല. കാരണം അള്ളയുമായി യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് അയാളുടെ ബാപ്പ. റസൂലിന്റെ സുന്നത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് അയാളുടെ ബാപ്പ. അതുകൊണ്ടാണ് സ്വന്തം ബാപ്പാന്റെ തലയെറിഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 9ാം അധ്യായം 24ാമത്തെ വചനത്തിൽ പറഞ്ഞത്, കുൽ പറയുക നബിയേ, ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറത്തുകും. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യമാരേക്കാൾ, മക്കളെക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തേക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നോക്കൂ, വിശുദ്ധ ഖുർആൻ 9ാം അധ്യായം 24. ഒരു വ്യക്തിക്ക് മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കുടുംബക്കാരെക്കാൾ, അല്ലെ? ചില ആളുകൾ വിചാരിക്കും, അവരെന്ത് വിചാരിക്കും? ഞാൻ അവിടെയല്ലേ പഠിച്ചത്, എന്റെ ഉസ്താദല്ലേ, ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുമാവട്ടെ, അല്ലാഹുവിന്റെ ദീനിനെ ആദരിക്കുന്നവരെ നമ്മൾ ആദരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആദരിക്കുന്നവരെ നമ്മൾ ആദരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിനെ യഥോചിതം മുറുകെ പിടിക്കുന്നവരെ നമ്മൾ സ്വീകരിക്കുന്നു. കാന്തപുരത്തിന് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, കാന്തപുരത്തിന് ആൾബലമില്ലാത്തത് കൊണ്ടല്ല, കാന്തപുരത്തിന് രാഷ്ട്രീയ അംഗീകാരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഖുർആനിനെയും സുന്നത്തിനെയും അപമതിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കാത്തത്. അതെ, ആ നിലപാട് ഏത് കാലഘട്ടത്തിലും വിശ്വാസികളുടെ നിലപാടാണ്. ആ നിലപാട് ഏത് കാലഘട്ടത്തിലും മുഖ്മിനികളുടെ നിലപാടാണ്. അതിൽ നിന്ന് എതിരെ പോയാൽ, ആര് പോയാലും അവരെ ലാൽസലാം എന്ന് പറഞ്ഞ് അവരെ കെട്ടോട്ടടിക്കുക എന്നതല്ലാതെ പിന്നെയും അവരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം പരലോകബോധമുള്ള, നരകത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ മനുഷ്യർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയും സ്വഹാബത്ത് സ്വീകരിക്കുകയും ഓരോ വിഷയങ്ങളും, അതെ, വലാ തഖ്റബു സിന ഇന്നഹു കാന ഫായിശത്തുൻ വസാഅ സബീല. ഖുർആനിലെ 17ാം അധ്യായം 31-32 വചനങ്ങളാണ്. അതെ, വലാ തഖുലു ഔലാദകും മിൻ ഇംലാഖിൻ. ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. വ്യഭിചാരത്തെ കൊണ്ട് നിങ്ങൾ എടുക്കരുത്. അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കരുത്. അതെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ സമ്പത്ത് ലഭിക്കേണ്ടവർ, അവർക്കൊക്കെ നിങ്ങൾ അത് കൊടുക്കണം. അതെ, 17ാം അധ്യായം 26-27 വചനങ്ങളാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൂർത്തടിക്കരുത്. അതെ, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. 25ാം അധ്യായം 67ാമത്തെ വചനമാണ്. അതെ, സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തടിക്കുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ, വകാന ബൈന ദാലിക ഖവാമ അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖു മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. പരസ്യമായും രഹസ്യമായും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ 35ാം അധ്യായം
സൂറത്ത് ഫാത്തിർ 29-ാമത്തെ വചനം. അതേ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽഖാദിരീന ഗൈറ വാഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133-134 വചനങ്ങൾ. അവിടെയും പറയുന്നത് രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും കോപം വരുമ്പോൾ ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് അല്ലാഹു പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജികും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ കച്ചവടം എന്താണ്? നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒന്നാമതായി വിശ്വാസം ഉണ്ടാകണം, രണ്ടാമതായി സ്വാലിഹാത്ത് ഉണ്ടാവണം, ശരീരവും സമ്പത്തും റബ്ബിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. സൂറത്ത് സഫ് 61-ാം അധ്യായം 10-11 വാചകങ്ങൾ. ഇങ്ങനെ മാതാപിതാക്കളുടെ ബന്ധത്തെ കുറിച്ച് പഠിപ്പിക്കുക വഴി മാതാപിതാക്കളെ മാനിക്കുന്ന ഒരു സൊസൈറ്റിയെ അറബ് ജനതയുണ്ടാക്കി. കുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടരുത് എന്ന് പഠിപ്പിക്കപ്പെടുക വഴി 2-3 പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അത് സന്തോഷമായി തീരുന്ന ഒരു ജനതയെ ഉണ്ടാക്കി. ഇങ്ങനെ നിങ്ങൾക്കറിയുമോ, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു ലോകത്തോട് കൂടെ പറയുമ്പോൾ നബിയുടെ ഒരു സന്തോഷം അറിയുമോ? ഒരു രാഷ്ട്രനായകനും ഒരു ലോകത്തെ മഹാത്മാഗാന്ധി മദ്യമുക്തമായ ഇന്ത്യ ആഗ്രഹിച്ചു. പക്ഷേ ഒരു വില്ലേജിൽ പോലും മദ്യമുക്തമായ ഒരു സമൂഹത്തെ കണ്ടുപിടിക്കാൻ ഗാന്ധിജിക്ക് സൗഭാഗ്യം ഉണ്ടായില്ല. എന്നാൽ ഒരു രാഷ്ട്രത്തിൽ 1 ഇഞ്ച് ഭൂമിയിൽ പോലും ചാരായ ഷാപ്പില്ലാത്ത, മദ്യഷാപ്പില്ലാത്ത, മദ്യഷാപ്പ് ഉണ്ടാവണമെങ്കിൽ അത് കാട്ടിലോ അല്ലെങ്കിൽ ഒളിച്ചോ തെളിച്ചോ ഉണ്ടാകണമെങ്കിൽ കുടിക്കാൻ ടെൻഡൻസിയുള്ള മനുഷ്യൻ ഉണ്ടാകണ്ടേ? അതില്ലാത്തൊരു ജനതയെ ഉണ്ടാക്കി. ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം വ്യാപ്തിയുള്ള അബൂത്തുല്ലത്തിൽ അൻസാരിയുടെ അബ്കാരി കോൺട്രാക്ടറായ അബൂത്തുല്ലത്തിൽ അൻസാരിയുടെ കള്ള് ഷാപ്പ് പോലും അടിച്ചുടച്ച് തൂഫാനാക്കി അതിൽ തിരിച്ചു പോന്ന അബൂത്തുല്ലത്തിൽ അൻസാരി 5-ാം അധ്യായത്തിന്റെ 90-ാമത്തെ വചനം ഇറങ്ങുമ്പോ ആ കള്ളിന്റെ ചശകങ്ങൾ തല്ലി ഉടച്ച് മാറിപ്പോന്ന സ്വഹാബികൾ. ഒരു നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ച നാട്ടിൽ വേശ്യാലയമില്ല, പലിശാലയമില്ല, ഒരു തിന്മയുടെ കേന്ദ്രവുമില്ല. എല്ലാം ഉപേക്ഷിച്ചൊരു ജനത. ഇതെങ്ങനെ ഉണ്ടായി? ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മുക്കത്ത് പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് കള്ള് ഷാപ്പുണ്ട്. എന്താ ക്യൂ കള്ള് കിട്ടിയിട്ടില്ലേ? നാളെ ഖിയാമത്ത് നാളാന്ന് തോന്നിപ്പോ. ആ ജാതി ക്യൂ ആണ്. നിങ്ങൾ ആലോചിച്ചേ, അതായത് 10-15 പിന്നെ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലുള്ള ക്യൂ. അതാണ് ഒരു കള്ള് ഷാപ്പിന്റെ മുമ്പിലുള്ള ക്യൂ. ആലോചിച്ചേ, എന്തിനാ ഈ പേട്ട വെള്ളം കുടിച്ച് മറിഞ്ഞെടുക്കാനാണ്? ഉടുതുണിയൂരിന് തോന്നിയാസം പറഞ്ഞ് തൊള്ളാർച്ചും തോന്നിയാസം പറഞ്ഞ് ജീവിക്കാൻ. മനസ്സിലായില്ലേ? വലിയ മുന്തിയ സാഹിബന്മാരും വക്കീലന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണക്കാരും പണിക്കാരും എല്ലാം ആ കള്ള് ഷാപ്പിന്റെ മുമ്പിലാണ്. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട സ്റ്റേറ്റ് എന്ന തിരിച്ചറിവ് എന്ന് നമുക്കുണ്ടാവും. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ഇത് സാത്താന്റെ വിളനിലമാണ്. മനസ്സിലായോ? ഇത് സാത്താന്റെ വിളനിലമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് ഇതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഖൈറുന്നയാണ് കേരളമായത് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനങ്ങളൊക്കെ ആവാം, ചരിത്രത്തിന്റെ ഭാഗവുമാകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഗൗരവമായി ഓർക്കണം. ഇന്ന് നമ്മുടെ ജനത എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? മുസ്ലിം സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? പെൺകുട്ടികൾ ഒളിച്ചോടുന്ന കഥ പറയാത്ത വല്ല മണിക്കൂറുകളുമുണ്ടോ? വല്ല ദിവസവും വല്ല മണിക്കൂറുകളും നമ്മുടെ നാടുകളിൽ മയക്കുമരുന്നിനും അതുപോലെ തന്നെ തോന്നിയാസത്തിനും അടിമപ്പെടാത്തൊരു യുവത്വമുണ്ടോ? എന്ത് പറ്റി നമുക്ക്? എവിടെയാണ് നമ്മുടെ തകരാറ്? വെള്ളിയാഴ്ചകളിലെ ഖുതുബ കേട്ട് നന്നായി കണ്ണുനീർ വാർത്ത ഒരു ജനത ഇതെവിടെ? അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇനിയും സടകുടഞ്ഞേനേറ്റ് ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് നമുക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതുണ്ട് ഈ രംഗത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ വെച്ച് ഇത് തന്നെ അധികമാണ്. സഹോദരികളെ, വിശുദ്ധ ഖുർആൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ, ഈ നാട്ടിലെ മഞ്ചേരിയിലും പരിസരത്തും എല്ലാം കൊടികളും തോരണങ്ങളും നിറങ്ങളും റോഡൊക്കെ ചുവപ്പും പച്ചയും കറുപ്പും ഒക്കെ മുങ്ങി കുളിച്ചു നിൽക്കുകയുള്ള മഞ്ചേരി പരിസരവും ഒക്കെ തന്നെ അല്ലേ? ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ മുഴുവൻ കടവ് തീർക്കാൻ മാത്രമുള്ള കൊടി ഇപ്പൊ മഞ്ചേരി തന്നെ ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ പട്ടികയിൽ ലോകബാങ്കിന്റെ കടവും ഒരു പാർട്ടിന്റെ കൊടിയും തന്നെ. എവിടുന്ന ഈ സമ്പാദ്യം അല്ലേ? ഈ PSC ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കൊടിയില്ലാത്ത ഏക പ്രസ്ഥാനം ഏതാ? അത് മനുഷ്യപ്പറ്റുള്ള പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്ന് ബ്രാക്കറ്റില്. എല്ലാ നന്മകളും നമുക്ക് സ്വന്തം അല്ലേ? റോഡ് ബ്ലോക്ക് ചെയ്യാത്ത, പിക്കറ്റിംഗ് ഇല്ലാത്ത, ഗരാവുകളില്ലാത്ത, ഫ്രീഡം പരേഡുകളില്ലാത്ത, ഒരു മനുഷ്യനും ശപിക്കാത്ത മാനവിക പ്രസ്ഥാനം.
അല്ലേ? മാനവിക മൂല്യം ഉയർത്തിയാൽ പോരാ കേട്ടോ. മാനവിക മൂല്യം ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം, മനുഷ്യപ്പറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. മനുഷ്യരെ തിരിച്ചറിയാനും മാനവിക സമൂഹത്തിന്റെ സ്വാസ്ഥ്യത്തെ കുറിച്ച് അത് കെടുത്താനല്ല, അത് ഓർക്കാൻ, മനുഷ്യർക്ക് സമാധാനമേകാൻ. അതൊരു മതം, അതാണ് ഒരു മതം എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം വിഷയങ്ങൾ മഞ്ചേരിയിൽ തുടർന്നുള്ള ഓരോ മാസത്തിലും നമുക്ക് തുടർച്ചയായി വരുന്നതാണെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കുകയും ജനങ്ങളെ മുഴുവൻ ഈ വിഷയത്തിൽ ഗൗരവമായി പഠിപ്പിക്കുകയും. ഇന്ന് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ ഖുർആനും സുന്നത്തും എവിടെ നിൽക്കുന്നു എന്നിടത്ത് നോക്കാനാ. നമ്മുടെ മക്കളോടും നമുക്കും അല്ലെ, വീട്ടിൽ എന്ത് പരിശോധിച്ചാലും ചിലപ്പോൾ ഖുർആന്റെ പരിഭാഷ ഉണ്ടാവില്ല, ഹദീസ് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് മുതൽ ഖുർആനിന്റെ 4 വോള്യം, അമാനവലിയുടെ 4 വോള്യം പരിഭാഷ അതുണ്ടാകും, ഹദീസുകൾ ഉണ്ടാവും. അതുപോലെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കും, ഖുർആനും സുന്നത്തും പഠിക്കും. അതിനനുസരിച്ച് ഒരു ജനതയെ വാർത്തെടുക്കും. ഏത് ചെറ്റക്കുഴിയിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾ സ്വർഗത്ത് പോകുന്നു പറഞ്ഞവരെല്ലാം അല്ലെ, ലോകത്തിന്റെ ഏതേത് കോണുകളിൽ മനുഷ്യർ ജീവിക്കുമ്പോഴും ഈ സലഫി മനസ്സനുസരിച്ച് ജീവിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അവൻ രക്ഷപ്പെടും. പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോഴോ അവൻ ഒരുപാട് ഗുണങ്ങൾ അതുവഴി ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. ആദർശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചട്ടക്കൂടാണ് പ്രസ്ഥാനം. ഇതുപോലെ ഒരു സ്വർണത്തിന്റെ ഒരു പാത്രത്തിലിട്ട് അതൊരു ചോന്ന കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞ് ആ പാത്രം മൂടി അതൊരു സിപ്പിള്ളതിലിട്ട് തന്നാൽ സ്വർണത്തിനാണ് പ്രാധാന്യം, പാത്രത്തിനല്ല. സ്വർണം വീണുപോയി പാത്രം കെട്ടിപ്പിടിക്കാൻ വേണ്ട. ഈ സ്വർണത്തെ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള വെറും ഒരു പുറംചട്ടയാണ് ഏത് ഈ കൂട് സംഘടനയത്. വെറും ഒരു പുറംചട്ട, അതിനപ്പുറത്തേക്ക് നീങ്ങിയോ അപകടമാണ്, ആപത്താണ്. അത് മനസ്സിലാവും. അല്ലാഹുവിന്റെ ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പുറംചട്ടയാണിത് എന്ന് മനസ്സിലായിക്കൂടി. ആമയുടെ ശരീരത്തിന്റെ പുറന്തോടുണ്ടല്ലോ, അത് അതിന്റെ സുരക്ഷിതത്വമാണ്. പുറന്തോടല്ല പ്രധാനം, അതിനുള്ളിൽ ഒരു സാധനമുണ്ട്, അതാണ്. അതില്ലെങ്കിൽ ആ പുറന്തോടിന് ഒരു വിലയില്ല. മനസ്സിലായോ? എഞ്ചിനില്ലാത്ത ഒരു കമ്പനിയുടെ വണ്ടിക്കും ഒരു നിലവാരമില്ല. എഞ്ചിൻ വളരെ പ്രധാനം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യത്തിനാണ് വളരെ പ്രാധാന്യങ്ങൾ. ഖുർആനും സുന്നത്തും മാനവരാശി അത് മുറുകെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. ഇത് നിങ്ങളോട് വളരെ ഗൗരവമായി നിങ്ങൾക്ക് ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെരിന്തൽമണ്ണക്കടുത്തുള്ള പുത്തനങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. ആ പുത്തനങ്ങാടിയിൽ കണ്ണായ, അവിടെ നിങ്ങൾക്കറിയാം ഹോസ്റ്റലും പല സംവിധാനങ്ങളും MVS കോളേജ് ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. വളാഞ്ചേരിയിൽ നിന്ന് നമ്മള് പെരിന്തൽമണ്ണയ്ക്ക് വരുന്ന റൂട്ടിൽ. അപ്പോ ഈ പുത്തനങ്ങാടിയിൽ നമ്മുടെ പ്രവർത്തകർ 31 സെന്റ് സ്ഥലം 1 കോടി രൂപ ആണ്. അത് 1 കോടി രൂപ വരും. അതുകൊണ്ട് ആ നാട്ടിലെ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ 10 സെന്റ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപ അവിടുത്തെ പ്രവർത്തകരിട്ട് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അവര് ഇന്ന് നമ്മുടെ കമ്മിറ്റിയെ സമീപിക്കുകയും അവർക്ക് വേണ്ടി ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതവരെ എന്നെ അറിയിക്കുകയും അത് നിങ്ങളോട് പറയുകയുമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു സെന്റിന് 3 ലക്ഷം രൂപയാണ്. ഒരു സെന്റിന് നിങ്ങൾ മനസ്സിലാക്കണം. പള്ളിയൊക്കെ ഇൻഷാ അല്ലാഹ് വന്നു ചേരും, അതിനുള്ള സാധ്യത ഒക്കെ വന്നു, അതിനുള്ള ആളുകളൊക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം കിട്ടാതെ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും 2 ആൾ ചേർന്നിട്ട് 1.5 ലക്ഷം രൂപ എടുത്ത ഒരു സെന്റിന്റെ പൈസ. അപ്പോ എല്ലാവരും നിറഞ്ഞ സാന്നിധ്യത്തോടെ സ്ത്രീകളും കുട്ടികളും ഇന്നില്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട് അവരിവിടെയുണ്ട്. 2-3 പ്രവർത്തകർ അതിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. അവരെ ബന്ധപ്പെട്ട് ഓഫർ ചെയ്ത് നല്ലൊരു തുക. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഒരു അപകടമായി ഒരു അറ്റാക്കായി ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്ന ഒരു ജീവിതമാണ് നമ്മുടെ. അതെല്ലാ സമയത്തും എല്ലാവർക്കും ഓർമ്മ വേണം. മരിച്ചു പോകുമെന്ന വല്ലാത്തൊരു തോന്നൽ മനസ്സിന്റെ അന്തരാളങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്ന് പറയുന്ന ഒരിക്കലും റിട്ടേണില്ലാത്ത നമ്മളെ കൊണ്ടുപോകുന്ന, ആനയിച്ചു കൊണ്ടുപോകുന്ന ആ മലക്കുൽ മൗത്തിന്റെ വരവ്, ആ കാലൊച്ച ഏതൊരു മനുഷ്യനും ഓർക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മക്കളുടെ വേഷവിധാനത്തെ കുറിച്ച് സംസാരിക്കണം, മകന്റെ വേഷവിധാനത്തെ കുറിച്ച് സംസാരിക്കണം, മക്കളുടെ മൊബൈലുകളെ കുറിച്ച് സംസാരിക്കണം, അവരുടെ ചിന്തകളെ കുറിച്ച് സംസാരിക്കണം.
അവരുടെ നമസ്കാരമില്ലായ്മയെ സംസാരിക്കണം. പലിശയുമായി ബന്ധപ്പെടുന്നതില്ലായ്മ ചെയ്യണം. അതുപോലെ പല തിന്മകളിലും വ്യാപൃതരാകുന്നതിന് അവരെ ബോധവൽക്കരിക്കണം. ഈ ക്ലാസ് കൊണ്ടും ഇതിലേക്ക് ഓരോ മാസത്തിലെ തിങ്കളാഴ്ചയിലും ഒരാളെ കൊണ്ടുവന്നാൽ, ഇവിടെ ഇന്ന് വന്ന ഒരാളെ കൊണ്ടുവന്നാൽ, അടുത്ത ദിവസം അടുത്ത ആഴ്ച ഒരാളെയും കൂടെ കൊണ്ടുവന്നാൽ, അങ്ങനെ ഓരോരുത്തരും ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ അടുത്ത മാസത്തിൽ ഒരാളെ കൊണ്ടുവന്നാൽ, ഒരാളെ ഇതിന് നേരെ എത്തി സംസാരം അല്ലേ, അതിനടുത്ത മാസം രണ്ടാളെ കൊണ്ടുവന്നു, വെറും രണ്ടാണ് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നാൽ ഇതിന്റെ 3 സ്ഥലമായി 3 ആളുകൾ ഉണ്ടാവും അല്ലേ. നമ്മുടെ തന്നെ തീരെ പഠിച്ച് കേട്ടവരെന്നെ കേട്ട് അതല്ല, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലേ. വലിയ വധുവന്റെ ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള റസൂലുള്ളാഹിന്റെ വാക്ക്. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അതൻ ഇദാ സഹഹത സലഹൽ ജസ്ദു കുല്ലുഹു വഇദാ ഫസദത ഫസദൽ ജസ്ദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നോ അറിയുക, അത് നിങ്ങളുടെ ഹൃദയമാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെയല്ല, പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സ് കറുത്തുപോയി. അങ്ങനെയുള്ള നിങ്ങൾക്കും അല്ലാഹുവിനിടയിൽ ഒരു മറയിടപ്പെടും. അതുണ്ടാവരുത്. 83-ാം അധ്യായം 14-15 വാചകങ്ങളാണ്. അതുകൊണ്ട് മനസ്സും അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ മറിയിടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഒരു മനസ്സുമായി അള്ളാഹനെ ആരെ കണ്ടുമുട്ടിയോ അതേ ജയിക്കുള്ളൂ. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. സന്താനങ്ങളും സമ്പത്തും എല്ലാവിധ റെക്കമെൻഡേഷനുകളും ഒക്കെ അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മയാകണം ഈ ക്ലാസ് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ പങ്കെടുത്ത സഹോദരിമാർക്കും ഇവിടെ പങ്കെടുത്ത സഹോദരന്മാർക്കും ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും ഈ പറഞ്ഞ പുത്തനങ്ങാടിക്കാരുടെ കാര്യം ഗൗരവമായി തന്നെ നിങ്ങൾ പരിഗണിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന വിധം വലിയ തുകകൾ സംഭാവന ചെയ്ത് പരമാവധി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്ന് തന്നെ കൊടുത്ത്, അല്ലാത്ത ആളുകൾ കണ്ട് ഫോൺ നമ്പർ വാങ്ങി ഓഫർ വാങ്ങി പടച്ചോൻ അറിഞ്ഞാൽ മാത്രം മതി അവർക്ക് നൽകുക. 10,000 ഞാൻ തരും, 25,000 ഞങ്ങൾ തരും, 50 ഞാൻ തരും, 2 സെന്റ് ഞങ്ങൾ തരും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പക്ഷേ ഈ മഞ്ചേരിയുടെ സദസ്സിലുണ്ടാവും. ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചതൊക്കെ വിട്ട് പടച്ചോനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ സദഖത്തുൻ ജാരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബോധം ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളിൽ നിന്നും മാറി, ഫസാദുകളിൽ നിന്നും മാറി നമുക്കുണ്ടായാൽ നമ്മൾ പടച്ചോനെ പേടിക്കും, അള്ളാഹനെ പേടിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനനുസരിക്കും. പൈശാചിക ശക്തികളെ നാം ശരിക്കും വിലയിരുത്തും, അതിൽ നിന്ന് മോചിതരാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിന്റെ വഴിത്താരകളിലൂടെ ദീർഘമായി സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അണുകളുടെ വ്യതിചലിക്കാതെ വിശ്വാസരംഗത്ത് ഉറച്ചു നിൽക്കാൻ, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അംശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ ഇത്തിബായിലൂടെ സ്നേഹിക്കുന്നവർ നമ്മളാകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പോരിശം അറിയുന്നതിനപ്പുറത്ത് നബിയുടെ എല്ലാ മഹത്വങ്ങളെയും ഉൾക്കൊണ്ട് ആ മഹാനുഭാവനെ പിൻപറ്റുന്നതിലാണ് മോക്ഷം എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബങ്ങളെ ദീനനുസരിച്ച് ജീവിപ്പിക്കാനുള്ള ശക്തമായ ഈമാനും ഇഖ്ലാസും അതുപോലെ തന്നെ തവക്കുലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ഹക്ക് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ കൂടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാതെ ഹക്കിനോടൊപ്പം നിൽക്കാൻ ഖുർആനിലെ 9-ാം അധ്യായം 119 പറഞ്ഞ പോലെ ആ ഹക്കിനോടൊപ്പം ഒപ്പം നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കാനും നരകത്തിൽ നിന്ന് വിമോചനം നേടാനും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പൊടുന്നനെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് നർശിന്റെ തരം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.